നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഷമം സഹിക്കാനാകുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട്. വളരെ മോശം ബാറ്റിംഗ് ഫോം തുടരുന്നതിനിടെ തീരുമാനം നിർണായകം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവേശമാണ് നായകൻ രോഹിത് ശർമ്മ. എന്നാൽ അടുത്തിടെ വളരെ മോശം ഫോമിലാണ്. അതിനിടെ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഓസീസ് പര്യടനത്തിൽ വളരെ മോശം ബാറ്റിംഗ് ഫോം തുടരുന്നതിനിടെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടുകയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യോഗ്യത നേടാതെ വരികയും ചെയ്താൽ താരം വിരമിക്കുമെന്നാണ് വിവരം. അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ മെൽബണിലെത്തി. 4ാം ടെസ്റ്റിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാവി സംബന്ധിച്ച് രോഹിത്തും അഗാർക്കറും തമ്മിൽ ചർച്ച നടത്തുമെന്നാണ് വിവരം. സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരായ പരമ്പര മുതൽ ഒരേ ഒരു തവണ മാത്രമാണ് രോഹിത് അർദ്ധ സെഞ്ചുറി നേടിയത്. ന്യൂസിലാൻഡിനെതിരെ 3 മത്സര ടെസ്റ്റ് പരമ്പര കൈവിട്ട ഇന്ത്യ ഓസ്ട്രേലിയയിൽ മോശം പ്രകടനം തുടരുകയാണ്. അതേസമയം ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് രോഹിത് വിട്ടുനിൽക്കുകയും ബുംറ ടീമിനെ നയിക്കുകയും ചെയ്ത മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലെത്തി 2ാം ടെസ്റ്റ് മുതൽ രോഹിത് കളിക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ KL രാഹുലിന് വേണ്ടി താരം ഓപ്പണിംഗ് സ്ലോട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽ യശസ്വി സഖ്യം ക്ലിക്കാകാതെ വന്നതോടെ രോഹിത് ഓപ്പണറായി മടങ്ങിയെത്തി. എന്നാൽ 4 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 22 റൺസ് മാത്രമാണ് ക്യാപ്റ്റന് നേടാനായത്. ഏകദിന ക്രിക്കറ്റിലും T20 ഫോർമാറ്റിലും തകർത്തടിച്ച രോഹിത്തിൽ നിന്ന് ടീം ഇതിൽ കൂടുതൽ ടെസ്റ്റിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ടെസ്റ്റ് ക്യാപ്റ്റൻസിൽ രോഹിത്തിന് തിളങ്ങാൻ കഴിയാത്തതിനുൾപ്പെടെ മുൻ താരങ്ങൾ വിമർശിക്കുന്നുണ്ട്. രോഹിത് മെൽബൺ ടെസ്റ്റിൽ മോശം പന്തിൽ പുറത്തായ രീതി അദ്ദേഹത്തിന് റിഫ്ലക്സ് പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന് തെളിവാണെന്നാണ് മുൻ നായകൻ സുനിൽ ഗവാസ്കർ പറയുന്നത്. രോഹിത്തിന്റെ ഫുട്വർക്കിലെ പിഴവുകളും ഗവാസ്കർ എടുത്തു പറഞ്ഞിരുന്നു. കഴിഞ്ഞ 8 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 155 റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായിരിക്കുന്നത്. വെറും 11.07 ആയിരുന്നു ശരാശരി. ഓപ്പണറായി മധ്യനിരയിലേക്ക് ഇറങ്ങിയുമെല്ലാം ശ്രമിച്ചിട്ടും താളം കണ്ടെത്താൻ രോഹിന് കഴിഞ്ഞിട്ടില്ല. ആത്മവിശ്വാസം ചോർന്നുപോയ രോഹിത്തിനെയാണ് കളിക്കളത്തിൽ കാണാൻ കഴിയുന്നതെന്നും ക്യാപ്റ്റൻ എന്ന നിലയിലും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ താരത്തിന് കഴിയുന്നില്ലെന്നും മുൻ താരങ്ങളും ആരാധകരും വിമർശിക്കുന്നുണ്ട്. താരം വിരമിക്കണമെന്നും നായകസ്ഥാനം ബുംറയെ ഏൽപ്പിക്കണമെന്നും ആവശ്യം ശക്തമാണ്. T20 ക്രിക്കറ്റിൽ നിന്ന് താരം നേരത്തെ തന്നെ വിരമിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ ടീം പരിതാപകരമായി കാണുന്ന ഏക ഇന്ത്യൻ താരമാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. നാളുകളേറെയായി ടീമിൽ മോശമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. 5ാമനായി ഇറങ്ങിയപ്പോഴും ഓപ്പണിംഗിൽ ഇറങ്ങിയപ്പോഴും എല്ലാം താരം ഫ്ലോപ്പായിരുന്നു. ഇന്നത്തെ മത്സരത്തിലും അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു. 5 പന്തിൽ വെറും 3 റൺസ് നേടി രോഹിത് വീണ്ടും ആരാധകർക്ക് നിരാശ സമ്മാനിച്ചു. ബാറ്റിംഗിൽ മാത്രമല്ല ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം ഫ്ലോപ്പായിരുന്നു. 3 ടെസ്റ്റുകളിലായി മോശമായ പ്രകടനം നടത്തുന്ന താരമായ മുഹമ്മദ് സിറാജിനെ വീണ്ടും പരീക്ഷിച്ച് ഓസ്ട്രേലിയക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയാണ് രോഹിത് ചെയ്യുന്നത്. 15-അംഗ സ്ക്വാഡിൽ സിറാജിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള താരങ്ങളെ എന്തുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷിക്കാത്തത് എന്നാണ് ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത്. മോശമായ ഫോമിൽ തുടരുന്ന രോഹിത് ശർമ്മയെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. ഈ വർഷം നടന്ന ഏകദിന മത്സരങ്ങളിലും അദ്ദേഹം മോശമായ പ്രകടനങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അതിനിടെയാണ് വിരമിക്കൽ വാർത്തകളും വരുന്നത്.